കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്ട്രാക്ഷന്റെ എസ്റ്റിമേറ്റഡ് ഡിഫറൻസ് കണ്ടുപിടിക്കാനും അതിന്റെ എസ്റ്റിമേറ്റഡ് ഡിഫറൻസിന്റെയും ആക്ച്വൽ ഡിഫറൻസിന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കാനും ഒക്കെ പഠിച്ചല്ലേ? ഓർമ്മയില്ലേ ഡിഫറൻസിന്റെ എസ്റ്റിമേഷൻ? യെസ്. ഇനി നമ്മള് പേജ് നമ്പർ 88 ആ എക്സസൈസിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയാൽ മതി. സി ക്വസ്റ്റ്യൻ: estimate the difference by rounding off the numbers to the nearest 1000, then find the actual difference, compare the two differences. പേജ് നമ്പർ 88. അതിന് തൊട്ട് മേലത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തേ അല്ലേ? ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയാൽ മതി. തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിന്റെ എസ്റ്റിമേറ്റഡ് ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആഫ്റ്റർ ദാറ്റ് ഫൈൻഡ് ഔട്ട് ദി ആക്ച്വൽ ഡിഫറൻസ്. അതിന്റെ ആക്ച്വൽ ഡിഫറൻസും കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? അതിന്റെ രണ്ടിന്റെയും എസ്റ്റിമേറ്റഡ് ഡിഫറൻസിന്റെയും ആക്ച്വൽ ഡിഫറൻസിന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക. കമ്പയർ ദി ടു ഡിഫറൻസസ് എന്ന് പറഞ്ഞാല് അത് രണ്ടും കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യാന്ന് വെച്ചാല് ഏതാണോ വലുത് നോക്കുക, ഏതാണോ ചെറുത് നോക്കുക, അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ചെയ്തു നോക്കൂലേ? ഓക്കെ. ഇനി നമുക്ക് നമ്മള് അഡീഷനില് എന്താ മോളെ? അത് ഇപ്പൊ ഹോംവർക്ക് ഗ്രൂപ്പിലിടണോ? ഗ്രൂപ്പിലൊന്നും ഇടണ്ട. നിങ്ങള് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാല് മിസ്സിന് അയച്ചു തന്നാ മതി. ഗ്രൂപ്പിലിടണ്ട. എനിക്ക് അയച്ചു തരണമെന്നൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ അഡീഷനിൽ വേർഡ് പ്രോബ്ലംസ് ചെയ്തില്ലേ? അതുപോലെ സബ്ട്രാക്ഷനിലും വേർഡ് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. നമുക്ക് ചെയ്യാനുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ പേജ് നമ്പർ 89 കൊടുത്തിട്ടുണ്ട്. എല്ലാരും ഒന്ന് നോക്കിയേ. പേജ് നമ്പർ 89. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. There are 37 rubber trees in 2 estates. If there are 19,345 rubber trees in one estate, how many rubber trees are there in the other estate? എല്ലാരും ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം മിസ്. There are 1,32,837 rubber trees in 2 estates. If there are 19,345 rubber trees in one estate, how many rubber trees are there in the other estate? Question മനസ്സിലായോ? ആർക്കൊക്കെ മനസ്സിലായി ക്വസ്റ്റ്യന്റെ മീനിങ്? ഒന്ന് കൈബന്ധിച്ചേ. ക്വസ്റ്റ്യൻ മനസ്സിലായവരൊന്ന് കൈബന്ധിച്ചേ. ഒന്നുകൂടി വായിക്കാം. There are 1,32,837 rubber trees in 2 estates. If there are 19,345 rubber trees in one estate, how many rubber trees are there in the other estate? ആർക്കൊക്കെ മനസ്സിലായി? ഒന്ന് കൈബന്ധിച്ചേ. ആൻഡ്രോസിന് മനസ്സിലായി. വേറെ ആരാ? ദേവാഞ്ജന, ശ്രീദേവ്, പിന്നെ ആരാ? ഷംവിൽ, നിഹാലിന് മനസ്സിലായില്ലേ? അബ്ദുൾ ബാസിദ്, ആഗ്നസ് മനസ്സിലായോ? സിനാൻ മനസ്സിലായോ ക്വസ്റ്റ്യൻ? എബിൻ മനസ്സിലായി. ഓക്കെ. അപ്പൊ ആരാ പറഞ്ഞു തരുന്നേ മിസ്സിന് ക്വസ്റ്റ്യൻ എന്താന്ന്?
ആരാ പറഞ്ഞിരുന്നേ? ആൻഡ്രോസ് പറഞ്ഞുതരോ? There are 1,32,857 rubber trees in 2 estates. If there are 19,345 rubber trees in 1 estate, how many rubber trees are there in the other estate? എന്താ മോളെ അതിന്റെ മീനിങ്? അറിയുന്നത് പറഞ്ഞോ, മനസ്സിലായത് പറഞ്ഞോ. ഒരു രണ്ട് എസ്റ്റേറ്റില് 1,32,837 റബ്ബർ ട്രീസ് ഉണ്ട്. If there are 19,345 rubber trees in 1 estate, വേറൊരു എസ്റ്റേറ്റില് 19,345 റബ്ബർ ട്രീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതർ എസ്റ്റേറ്റിൽ എത്ര ട്രീസ് ഉണ്ടാവും? ഏകദേശം ഒരു 99% ക്വസ്റ്റ്യൻ പറഞ്ഞത് ശരിയാ. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. 2 എസ്റ്റേറ്റിൽ കൂടിയിട്ട് 1,32,837 റബ്ബർ ട്രീസ് ഉണ്ട്. 2 എസ്റ്റേറ്റിൽ കൂടിയിട്ട് ഇത്രയും റബ്ബർ ട്രീസ് ഉണ്ട്. ഇഫ് ദർ ആർ 90,345 റബ്ബർ ട്രീസ് ഇൻ 1 എസ്റ്റേറ്റ്, ഈ 2 എസ്റ്റേറ്റിൽ ഒന്നില് ഇത്രയും റബ്ബർ ട്രീസ് ഉണ്ട്. 2 എണ്ണത്തിലെ ടോട്ടൽ തന്നിട്ടുണ്ട്. അതിൽ ഒന്നിലെ ഒരു എസ്റ്റേറ്റിലെ റബ്ബർ ട്രീസിന്റെ എണ്ണവും തന്നിട്ടുണ്ട്. എത്രയാ? 19,345. അങ്ങനെയാണെങ്കിൽ മറ്റേ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ എത്രയായിരിക്കും റബ്ബർ ട്രീസ്? റബ്ബർ ട്രീസിന്റെ എണ്ണം എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? ആ ടോട്ടൽ റബ്ബർ ട്രീസിന്റെ എണ്ണത്തിൽ നിന്ന് ഒരു എസ്റ്റേറ്റിലെ റബ്ബർ ട്രീസിന്റെ എണ്ണം മൈനസ് ചെയ്താൽ മതി അല്ലേ? നിങ്ങൾക്ക് 2 പേർക്കും കൂടി ടോട്ടൽ 20 ചോക്ലേറ്റ്സ് ഉണ്ട്. ഒരാളുടെ കയ്യിൽ 15 ചോക്ലേറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേയാളുടെ കയ്യിലുള്ള ചോക്ലേറ്റ്സിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടലുള്ള ചോക്ലേറ്റ്സിന്റെ എണ്ണത്തിൽ നിന്ന് ഒരാളുടെ കയ്യിലുള്ളത് മൈനസ് ചെയ്താൽ മതി അല്ലേ? അതേപോലെ തന്നെ ഇവിടെ 2 എസ്റ്റേറ്റിലും കൂടിയിട്ടുള്ള റബ്ബർ ട്രീസിന്റെ എണ്ണം തന്നിട്ടുണ്ട്. കൂടാതെ അതിൽ ഒന്നിലുള്ള ഒരു എസ്റ്റേറ്റിലുള്ള റബ്ബർ ട്രീസിന്റെ എണ്ണവും തന്നിട്ടുണ്ട്. അപ്പൊ മറ്റേതിലുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ റബ്ബർ ട്രീസിൽ നിന്ന് ആ ഒരു എസ്റ്റേറ്റിലുള്ള റബ്ബർ ട്രീസിന്റെ എണ്ണം മൈനസ് ചെയ്താൽ മതി. അവിടെ സ്റ്റെപ്സ് കൊടുത്തതുണ്ടോ? സൊല്യൂഷൻ: ടോട്ടൽ നമ്പർ ഓഫ് റബ്ബർ ട്രീസ് ഇൻ ദി 2 estates 1,32,837. Number of trees in 1 estate 19,345. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ആ 2 ഇൻഫർമേഷനും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് തന്നെയാണ്. അത് അതേപോലെ സ്റ്റെപ്സ് ആയിട്ട് എഴുതി വെച്ചു. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് number of rubber trees in the other estate. Number of rubber trees in the other estate is equal to total number minus number of trees in 1 estate. 1,32,837 minus 19,345. That is equal to 1,13,492. Thus, there are 1,13,492 rubber trees in the other estate. ഇനി നമ്മൾ കണ്ടുപിടിച്ച റബ്ബർ ട്രീസിന്റെ എണ്ണം ശരിയാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ ചെക്ക് ചെയ്യും? ഈ നമ്മൾ കണ്ടുപിടിച്ച റബ്ബർ ട്രീസിന്റെ എണ്ണവും തന്നിരിക്കുന്ന
ഒരു എസ്റ്റേറ്റിലെ റബ്ബർ ട്രീസിന്റെ എണ്ണം കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ അഡീഷനിൽ നമ്മൾ വേർഡ് പ്രോബ്ലംസ് ചെയ്തതുപോലെ തന്നെയാണ് ഏതിൽ ചെയ്യുന്നതും സബ്ട്രാക്ഷന് ചെയ്യുന്നതും. വേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ മീനിങ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഒരു 3-4 തവണ വായിച്ചിട്ട് ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എക്സസൈസ് 2.9 ഒന്ന് നോക്കിയേ. അതിലൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എന്താ? A man bought 250 bananas from the wholesale market. He sold 1978 bananas in a day. How many bananas were left unsold that day? Question ഒന്നുകൂടി വായിക്കാം. വായിക്കുമ്പോൾ എല്ലാവരും ടെക്സ്റ്റ് തന്നെ നോക്കണേ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ടെക്സ്റ്റിൽ തന്നെ നോക്കണം. എ മാൻ ബോട്ട് 2050 bananas from a wholesale market. He sold 1978 bananas in a day. How many bananas were left unsold that day? Question മനസ്സിലായോ? ഒരു ഷോപ്പിലെ ഒരാള് അയാൾ എന്ത് ചെയ്തു? ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് 2050 ബനാനാസ് വാങ്ങി. 2050 ബനാനാസ് വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? അയാളുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അയാൾ ഒരു ദിവസം 1978 ബനാനാസ് സോൾഡ് ചെയ്തു. ബനാന വിറ്റു. അങ്ങനെയാണെങ്കിൽ അന്ന് അയാളുടെ കയ്യിൽ എത്ര ബനാന ബാക്കിയുണ്ട്? എത്ര വാങ്ങിയിട്ടുണ്ട്? 2050 വാങ്ങി. എന്നിട്ട് ഒരു ദിവസം 1978 ബനാനാസ് വിറ്റു. അതിനുശേഷം അയാളുടെ കയ്യിൽ എത്ര ബനാനാസ് ബാക്കിയുണ്ട്? എങ്ങനെ കണ്ടുപിടിക്കും? എല്ലാവരും നോട്ട് എടുത്തോ. ക്വസ്റ്റ്യൻ നിങ്ങൾ പിന്നെ എഴുതിയാൽ മതി. ഞാൻ ആൻസർ പറഞ്ഞു തരുമ്പോൾ തന്നെ എന്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ടിൽ ആൻസർ എഴുതിക്കോ. ക്വസ്റ്റ്യൻ പിന്നെ എഴുതിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് അവിടെ ഒഴിച്ചു വിടാം. എന്നിട്ട് ആൻസർ എഴുതാം. അപ്പൊ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ബനാനാസ്. എത്ര അയാൾ ടോട്ടൽ വാങ്ങിയ ബനാനാസിന്റെ എണ്ണം എത്രയാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2050 is equal to 2050. ഇനി ഒരു ദിവസം വിറ്റ ബനാന, നമ്പർ ഓഫ് ബനാനാസ് sold, number of bananas sold is equal to എത്ര ഒരു ദിവസം വിറ്റത്? 1978. 1978. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് ബനാനാസ് ലെഫ്റ്റ് അൺസോൾഡ്, വിൽക്കാതെ കയ്യില് ബാക്കിയുള്ള ബനാനാസിന്റെ എണ്ണം. നമ്പർ ഓഫ് ബനാനാസ് ലെഫ്റ്റ് അൺസോൾഡ്, വിൽക്കാതെ കയ്യില് ബാക്കിയുള്ള ബനാനാസിന്റെ എണ്ണം. എങ്ങനെ കണ്ടുപിടിക്കും? 2050 ടോട്ടൽ നമ്പർ ഓഫ് ബനാനാസിന്റെ എണ്ണത്തിൽ നിന്ന് വിറ്റ
ബനാനയുടെ എണ്ണം മൈനസ് ചെയ്താൽ മതി. 2050 മൈനസ് 1978. മൈനസ് ചെയ്ത് കണ്ടുപിടിച്ച ആൻസർ എത്രയാന്ന് കണ്ടുപിടിച്ചേ? 2050 മൈനസ് 1978. കിട്ടിയോ? മൈനസ് ചെയ്തോ? 2050 മൈനസ് 1978. ബോറോ ചെയ്ത് മൈനസ് ചെയ്യേണ്ടി വരും. സബ്ട്രാക്ഷൻ വിത്ത് ബോറോയിങ് ഇവിടെ വരുന്നത്. കടം വാങ്ങിയിട്ടൊക്കെ മൈനസ് ചെയ്യണം. ഒന്ന് സൈഡിൽ എഴുതി കണ്ടുപിടിച്ചേ. കിട്ടിയോ? $2050 മൈനസ് 1000. എത്ര ദേവാഞ്ജന ആൻസർ കിട്ടിയേ? 77 ആണോ? ഒന്നുകൂടി നോക്കിയേ. ഒന്നുകൂടി മൈനസ് ചെയ്ത് നോക്കിയേ. അത് തിരിച്ച് ആഡ് ചെയ്താൽ അത് കിട്ടുന്നുണ്ടോ നോക്കിയേ. ഷംവിലെ കിട്ടിയോ? നോ. എബിൻ കിട്ടിയില്ല. സൂര്യദേവിന് കിട്ടിയോ? നോ. ആഷിൻ എന്താ? 132. 132ഓ? ഒന്നുകൂടി നോക്കിയേ. മൈനസ് ചെയ്ത് നോക്കിയേ. അബ്ദുൾ ബാസിദ് കിട്ടിയോ മോനെ? ഇല്ല. ഒന്ന് ചെയ്ത് നോക്കിയേ. $72. 70. നിഹാലിന് എത്ര കിട്ടിയേ? 72. 72. വേറെ ആരാ ഇപ്പൊ 72 പറഞ്ഞേ? ശ്രീദേവിന് എത്ര കിട്ടിയേ? 72. 72. ഓക്കെ. അപ്പൊ ആൻസർ 72 ആണ്. അതിനാണോ കിട്ടിയേ? എന്താ നമ്മുടെ ഫൈനൽ ആൻസർ എന്താ? 72 bananas were left unsolved that day. 72 bananas were left unsolved that day. ഇത്രയായാല് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഇത്രയും നിങ്ങൾ എഴുതിയിരിക്കണം. സ്റ്റെപ്സ് എഴുതണം, ആൻസർ കണ്ടുപിടിക്കണം, ലാസ്റ്റ് ആൻസർ ഫൈനലൈസ് ചെയ്ത് ഒരു സെന്റൻസും കൂടി എഴുതണം. അങ്ങനെ ആവുമ്പോൾ മാത്രമേ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ, നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടുള്ളൂ. ഓക്കെ, എഴുതിയോ എല്ലാരും?
ഈ ആൻസർ ഇനി ആർക്കെങ്കിലും വാട്സപ്പിൽ വേണമെന്നുണ്ടോ? ഗ്രൂപ്പിൽ ഇടണോ? വേണോ? നോ, എല്ലാരും എഴുതിയെടുത്തില്ലേ? ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും അതുകൊണ്ട് ടെക്സ്റ്റിൽ തന്നെ നോക്കിയിരിക്കണേ. Second question, Mr. Bajaj bought toffees to distribute among 63,200 children on Children's Day. He found that he had bought 32,876 toffees. How many more toffees will have to buy so that all the children get one toffee each? ഒന്നുകൂടി വായിക്കാം. Mr. Bajaj bought toffees to distribute among 63,200 children on Children's Day. He found that he had bought 32,876 toffees. How many more toffees will he have to buy so that all the children get one toffee each? Question മനസ്സിലായോ? No, I will explain. Children's Day അന്ന് മിസ്റ്റർ ബജാജ് ഒരാള് 63,200 കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ടോഫീസ്, ചോക്ലേറ്റ്സ് വാങ്ങി. ചിൽഡ്രൻസ് ഡേ അന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി, എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ? 63,200 കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരാള് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങി. അയാൾ നോക്കുമ്പോ എന്ത് കണ്ടു? അയാളുടെ കയ്യിൽ ആകെ 32,876 ടോഫീസ് മാത്രമേ ഉള്ളൂ. അയാൾ എത്ര ടോഫീസാ വാങ്ങിയത്? 32,876 ടോഫീസ് മാത്രമേ അയാളുടെ കയ്യിൽ വാങ്ങിയതുള്ളൂ. അയാൾക്ക് എത്ര കുട്ടികൾക്ക് കൊടുക്കണം? 63,200 കുട്ടികൾക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അത്രയും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി എത്ര ടോഫീസ് കൂടി അയാൾ വാങ്ങണം? That we have to find out. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. എന്റെ ബർത്ത്ഡേന്റെ അന്ന്, മിസ്സിന്റെ ബർത്ത്ഡേന്റെ അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചോക്ലേറ്റ് തരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഷോപ്പിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങി. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 20 കുട്ടികളുണ്ട്. മിസ് കുറച്ച് ചോക്ലേറ്റ്സ് എണ്ണാതെ വാങ്ങിയിട്ട് വന്നു. ഞാൻ സ്കൂളിൽ എത്തി നോക്കുമ്പോ എന്റെ കയ്യിലാകെ 13 ചോക്ലേറ്റ്സ് മാത്രമേ ഉള്ളൂ. 13 ചോക്ലേറ്റ്സേ ഉള്ളൂ. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 20 കുട്ടികളുണ്ട്. എന്റെ കയ്യിലോ 13 കുട്ടികളേ ഉള്ളൂ. സോറി, 13 ചോക്ലേറ്റ്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി, എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ്സ് തരണമെങ്കിൽ ഞാൻ എത്ര ചോക്ലേറ്റ്സ് കൂടി വാങ്ങണം? ടോട്ടൽ 20 കുട്ടികളുണ്ട്. എന്റെ കയ്യിൽ 13 ചോക്ലേറ്റ്സ് ഉണ്ട്. 20 പേർക്ക് കൊടുക്കാനുള്ള ചോക്ലേറ്റ്സ് ആവണമെങ്കിൽ ഞാൻ എത്ര ചോക്ലേറ്റ്സ് കൂടി വാങ്ങണം? എങ്ങനെ കണ്ടുപിടിക്കും? ആഷിൻ പറഞ്ഞു. ൽ നിന്ന് 13 മൈനസ് ചെയ്യണം. 20ൽ നിന്ന് 13 മൈനസ് ചെയ്താൽ മതി. 7 അല്ലേ? അപ്പൊ ഞാൻ 7 ചോക്ലേറ്റ്സ് കൂടി വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് 20 പേർക്കും ഓരോ ചോക്ലേറ്റ്സ് വീതം തരാൻ പറ്റുള്ളൂ. സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഒരാള് 63,200 കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങി. ബട്ട് അയാൾ എണ്ണി നോക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ആകെ 32,876 ചോക്ലേറ്റ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര ചോക്ലേറ്റ്സ് കൂടി വാങ്ങണം? എങ്ങനെ കണ്ടുപിടിക്കും? 63,200 മൈനസ്
32,876 അല്ലേ? അതിന്റെയും കൂടി ആൻസർ എഴുതാം നമുക്ക്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് അവിടെ വിടുക, എന്നിട്ട് ആൻസർ എഴുതാം കേട്ടോ. Total number of children. Total number of children is equal to 63,200. Toffees that bought. എത്ര ടോഫീസാ വാങ്ങിയിട്ടുള്ളത്? എത്ര ടോഫീസാ വാങ്ങിയത്? എത്ര ടോഫീസാ വാങ്ങിയത്? 32,876. 32,876. Number of toffees he has to buy. ഇനി എത്ര നമ്പേഴ്സ്, ഇനി എത്ര ടോഫീസ് കൂടി അയാൾ വാങ്ങണം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് toffees he has to buy. That is equal to number of toffees he has to buy. That is equal to എത്രയാ? 63,200 minus 32,876. 63,200 minus 32,876. ഒന്ന് കണ്ടുപിടിച്ചേ എല്ലാരും. ഒന്ന് പെട്ടെന്ന് സബ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിച്ചേ. ഇത്രയും സ്റ്റെപ്സ് എഴുതിയില്ലേ? ഇനി അതിന്റെ ആൻസർ പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചേ. ഷമീലിന് കിട്ടിയോ? എത്രയാ കിട്ടിയോ? നിഹാലിന് കിട്ടിയോ? പറഞ്ഞ എത്രയാ കിട്ടിയ പറഞ്ഞ? 3,324. 3,000 ആണോ? ഒന്നുകൂടി നോക്കിയേ. ദേവാഞ്ജന എത്രയാ? 30,324. ഓക്കെ. അലിനൊക്കെ എത്ര കിട്ടിയേ? 30,324. 30,324. നിഹാൽ എവിടെ തെറ്റിയാന്ന് മനസ്സിലാവോ? എവിടെ തെറ്റിപ്പോയെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. ഷമീലിന് തന്നെയാണോ കിട്ടിയേ? സൂര്യദേവ് കിട്ടിയില്ലേ? ശ്രീദേവ് കിട്ടിയോ?
30,324. Okay, 30,324. കിട്ടിയോ എല്ലാവർക്കും? ചെയ്ത് കഴിഞ്ഞോ? $30,324. അപ്പൊ അതിന്റെ ആൻസർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണ്ടേ നമുക്ക്? 30,324. എങ്ങനെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാം? He has to buy 30,324 more toffees okay അത്രേ മതി. He has to buy 30,324 more toffees. ഇത്രയായാൽ ഇതിന്റെ ആൻസർ ആയി. എഴുതിയോ? അടുത്ത 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? സിമ്പിൾ ക്വസ്റ്റ്യൻസാ. ആഷിന് പറ്റില്ലേ? യെസ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരാം. Sohan earned rupees 11,290 in a month. He saved rupees 2,875. How much did he spend? Sohan ഒരു മാസം 11,290 rupees കിട്ടി. അയാൾ എത്ര രൂപ സേവ് ചെയ്തു? 2,875 സേവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ അയാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ടോട്ടൽ കിട്ടിയതിൽ നിന്ന് സേവ് ചെയ്ത എമൗണ്ട് മൈനസ് ചെയ്താൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് കിട്ടും. ഫോർത്ത് വൺ, ഔട്ട് ഓഫ് 64,342 cars in a town, 9,878 are in white color. How many cars are of other colors? ഒരു ടൗണിലുള്ള കാർസിന്റെ എണ്ണം 64,342 ആണ്. അത്രയും കാർസിൽ 9,878 കാർസിന്റെ കളർ വൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി കുറെ കളേഴ്സിലുള്ള കാർ ഉണ്ടാവുമല്ലോ, ആ കാർസിന്റെ എണ്ണം എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് കാർസ് നിന്ന് വൈറ്റ് കാർസിന്റെ എണ്ണം മൈനസ് ചെയ്താൽ മതി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 17,699 people were watching a football match. After the first half, 1,823 people left. How many people watched the match in the second half? ഒരു ഫുട്ബോൾ മാച്ച് കാണാൻ 17,699 പീപ്പിൾസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം 1,823 പീപ്പിൾസ് അവിടുന്ന് ലെഫ്റ്റ് ആയി, അവിടുന്ന് പോയി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് കാണാൻ എത്ര ആൾക്കാർ ആ ഗാലറിയിൽ ഉണ്ടായിരുന്നു? ടോട്ടൽ എണ്ണത്തിൽ നിന്ന് ലെഫ്റ്റ് ആയ ആൾക്കാരുടെ എണ്ണം മൈനസ് ചെയ്താൽ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായ ആൾക്കാരുടെ എണ്ണം കിട്ടും. അപ്പൊ ഈ 3 ക്വസ്റ്റ്യനും നാളത്തേക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. നാളെ നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം, കുറച്ചും കൂടിയേ ഉള്ളൂ. ഒരു കാര്യം ചെയ്താൽ മതി, ഹോംവർക്ക് ചെയ്തിട്ട് മിസ്സിനെ സെൻഡ് ചെയ്യണ്ട. നാളെ നമുക്ക് ക്ലാസ്സിൽ ആൻസർ പറയാം, ക്ലാസ് ടൈമിൽ. ഓക്കെ, ഹോംവർക്കിന്റെ ആൻസർ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, മിസ്സിന് സെൻഡ് ചെയ്ത് തരണ്ട. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.